കോർപ്പറേഷനിൽ ആദ്യ കൗൺസിൽ യോഗത്തിനു മുമ്പ് ഗണഗീതം പാടി തെരഞ്ഞെടുക്കപ്പെട്ട BJP പ്രവർത്തകർ പ്രതിഷേധങ്ങളില്ലാതെ ഗണഗീതം പാടി അവസാനിപ്പിക്കുകയായിരുന്നു. കോർപ്പറേഷന് പുറത്ത് ദേശീയ നേതാക്കൾ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗങ്ങൾ ഗണഗീതം പാടിയത്. ഇതിനുശേഷം നടന്ന ആദ്യ കൗൺസിൽ യോഗത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വേറെ ചർച്ചകളൊന്നും തന്നെ ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് നടന്ന 100 ഡിവിഷനുകളിലെ കൗൺസിലർമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ ഗണഗീതം പാടിയത് പുറത്തു വലിയ ചർച്ചാ വിഷയമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ 10-നായിരുന്നു ത്രിതല പഞ്ചായത്ത് നഗരസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. 11:30-യോടെ കോർപ്പറേഷനിലെ കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ, നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ചയാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാർ ആരെന്ന് ശനിയാഴ്ച അറിയാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നന്ദൻകോട് വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം UDFന്റെ KR ക്ലീറ്റസിന് ജില്ലാ കളക്ടർ അനുകുമാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പിന്നാലെ KR ക്ലീറ്റസ് ബാക്കി 99 കൗൺസിലർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 50 ഡിവിഷനുകൾ വിജയിച്ച് കോർപ്പറേഷൻ ഭരണമുറപ്പിച്ച NDAയിൽ നിന്ന് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VV രാജേഷും R ശ്രീലേഖയും കരമനാജിത്തും സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്കൃതത്തിലായിരുന്നു കരമനാജിത്തിന്റെ സത്യപ്രതിജ്ഞ. 29 സീറ്റോടെ പ്രതിപക്ഷത്തായ LDF കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 19 സീറ്റുകളോടെ നില മെച്ചപ്പെടുത്തിയ UDF കൗൺസിലർമാർ ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും CPM കോൺഗ്രസ് ബാന്ധവുമെന്നും തിരുവനന്തപുരത്ത് ചർച്ചകളിലൂടെ മേയറെ തീരുമാനിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം വർക്കല നഗരസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിയതിന് ശേഷം ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ LDF കൗൺസിലർ പൊട്ടിച്ചിരിച്ചു. കുരക്കണ്ണി വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു വന്ന അഖില GS ആണ് സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വേദിയിലിരുന്ന ARO ധന്യയെ കെട്ടിപ്പിടിച്ചത്. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു വന്ന താൻ അറിയാതെ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞു പോയതെന്നാണ് കൗൺസിലർ വ്യക്തമാക്കിയത്. എന്നാൽ കൗൺസിലർ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയതാണെന്നും അതിൽ പ്രത്യേകിച്ച് പാർട്ടി നടപടിയെടുക്കുകയില്ലെന്നും CPM വർക്കല ഏരിയ സെക്രട്ടറി MK യൂസഫ് വ്യക്തമാക്കി. രാജ്യസ്നേഹമുള്ള ആർക്കും ജയ് ഹിന്ദ് എന്ന് പറയാമെന്നും അതിൽ തെറ്റില്ലെന്നും മറ്റുള്ള LDF പ്രവർത്തകർ കൗൺസിലർ അഖിലയെ ആശ്വസിപ്പിച്ചു. വർക്കലയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം BJP, LDF, UDF പ്രവർത്തകർ മുദ്രാവാക്യം വിളി നടത്തി ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ ഭരണത്തിലെ നിർണായകരായ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച കൗൺസിലർമാർ വേദിയിൽ നിന്ന് ജയിച്ചു വന്ന കൗൺസിലർമാർക്ക് അഭിവാദ്യമർപ്പിച്ചതും കൗതുക കാഴ്ചയായി. തുടർന്ന് നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ഗീത ഹേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ആദ്യ കൗൺസിൽ യോഗവും ചേർന്നു.